കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ജാമ്യാപേക്ഷയെ എതിർത്ത പ്രോസിക്യൂഷൻ ജാമ്യം ലഭിച്ചാൽ പ്രതി തെളിവ് നശിപ്പിക്കുമെന്ന് കോടതിയിൽ വാദിച്ചു. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, അപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ എത്തിയുന്നൊരു അന്വേഷണമാണ്, പിന്നീട് അതിപ്പോൾ ജിതിൻ ഭാസ്കറിലേക്ക് എത്തുന്നത്. ഈ ജിതിനാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന് കേട്ടിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ, അതോ ജിതിനും അപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ, അവരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ടോ? ഇപ്പോൾ കോടതി നടപടികൾ എങ്ങനെയായിരിക്കും? അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ UDF-ഉം CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോര് കൂടി ഈ ഒരു വിഷയത്തിൽ കടുക്കുകയാണല്ലേ അഭിജിത്ത്? ഷിഹാസ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രതിഭാഗം പ്രധാനമായും ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ അറിയിച്ചത്. അതിലൊന്ന്, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസും അറസ്റ്റുമാണ്. മറ്റൊന്ന്, പ്രതിയെ ഇതിനോടകം തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകഴിഞ്ഞു. അതിനാൽ ജാമ്യം അനുവദിക്കണം. ഇതാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം തന്നെ ജാമ്യാപേക്ഷയെ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു. അതിന് പറയുന്ന കാരണം, ജിതിൻ ഭാസ്കർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജാമ്യം അനുവദിക്കരുത്. ഇതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇന്ന് ഏതായാലും വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയും. നേരത്തെ തന്നെ ജിതിൻ ഭാസ്കറാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് SIT എത്തിയിരുന്നു. അതിന് SITയെ സഹായിച്ചത് ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്ന് ലഭിച്ച നിർണായകമായ വിവരങ്ങളാണ്. അപ്പോൾ ഈ ജിതിൻ ഭാസ്കറാണ് ഈ സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന്, അതിന്റെ നിർമ്മാണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇതിന് ചിലരുടെ പിന്തുണ ജിതിൻ ഭാസ്കറിന് ലഭിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. അതായത് ഇതിന്റെ ബുദ്ധികേന്ദ്രം മറ്റൊരാളാണ്, അല്ലെങ്കിൽ മറ്റു ചിലരാണ്. ഇവരുടെ നിർദ്ദേശമനുസരിച്ച്, ഇവരുടെ പിന്തുണയ്ക്കനുസരിച്ചാണ് ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. നിരവധി ഗ്രൂപ്പുകളിലേക്ക്, നിരവധി ആളുകളിലേക്ക് ജിതിൻ ഭാസ്കർ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ജിതിൻ ഭാസ്കർ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആര് നിർദ്ദേശം നൽകി, ആര് പിന്തുണ നൽകി, ആരാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്നതിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് ജിതിൻ ഭാസ്കറിനെ ഇപ്പോൾ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അതിന് വെല്ലുവിളിയാകും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ ജിതിൻ ഭാസ്കറിന്റെ മൊബൈൽ ഫോൺ കൂടി വീണ്ടും ഫോറൻസിക് പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ ലഭിക്കും, നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അഭിജിത്ത്, മറ്റൊന്ന്, മഴ കുറയുമെന്നാണെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കനത്ത മഴയാണ് അഭിജിത്ത് നിൽക്കുന്നിടത്തെന്ന് മനസ്സിലാക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? ബീച്ചിനടുത്താണ്. രാവിലെ ഒന്നും വലിയ മഴയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അല്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. വലിയ മഴയിലേക്ക് പോകുമെന്നറിയില്ല. അല്പം കാര്യമായി തന്നെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ശ്രുതി. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.